നമസ്കാരം. സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു രാജ്യത്തിനെതിരെയും ഇതുവരെ പ്രയോഗിക്കാത്ത തരത്തിലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധമായിരിക്കും ഇത് എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഈ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രം ലക്ഷ്യം കാണുമോ? അമേരിക്കയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും കൂടുതൽ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുകയാണോ ഇത് ചെയ്യുക? വിശദമായി നോക്കാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. US ഉപരോധം ഒരു രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക യുദ്ധം മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഇറാൻ പറയുന്നു. വിദേശ ബാങ്കുകളെ ഭീഷണിപ്പെടുത്തി മറ്റു രാജ്യങ്ങളുടെ സ്വതന്ത്ര വ്യാപാരത്തെ തടയാൻ വാഷിംഗ്ടൺ എന്ത് അധികാരമാണുള്ളത് എന്ന് ഇറാൻ ചോദിക്കുന്നു. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാൽ ലോകം വീണ്ടും കൊളോണിയൽ കാലത്തേക്ക് മടങ്ങി വരേണ്ടി വരും എന്നാണ് ഇറാൻ പറയുന്നത്. കീഴടങ്ങൽ കൂടുതൽ സമ്മർദ്ദത്തിനെ വഴിവെക്കുകയെന്ന് വിശ്വസിക്കുന്ന ഇറാൻ്റെ ഭരണകൂടം കൂടുതൽ ശക്തമായ ചെറുത്തുനിൽപ്പിലേക്കാണ് നീങ്ങുന്നത്. അതേസമയം ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത്. പുതിയ യുദ്ധപ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ 3 ആഴ്ചയിലെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അമേരിക്കയുടെ ആകെ ദേശീയ കടം ചരിത്രത്തിലാദ്യമായി $40 ട്രില്യൺ എന്ന റെക്കോർഡ് സംഖ്യ പിന്നിട്ടിരിക്കുന്നു. ഉപരോധങ്ങൾ ഇറാനേക്കാൾ വേഗത്തിൽ US വിപണിയെയും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെയുമാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ഗസയിൽ തങ്ങളുടെ സൈന്യം നടത്തിയ 2 പ്രധാന കൊലപാതകങ്ങളിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2024 ജനുവരിയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയായ ഫലസ്തീൻ പെൺകുട്ടി ഹിന്ദ് റജബിൻ്റെ മരണത്തെക്കുറിച്ചാണ് ആദ്യ അന്വേഷണം. കുടുംബത്തോടൊപ്പം ഗസ നഗരത്തിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ ഇസ്രായേൽ ടാങ്ക് അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഹിന്ദും ഫലസ്തീൻ റെഡ് ക്രസൻറ്റും തമ്മിലുള്ള ഹൃദയഭേദകമായ ഓഡിയോ റെക്കോർഡിംഗ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനാണ് ഇസ്രായേൽ ഇപ്പോൾ ഈയൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ ധാരണകളെല്ലാം ലംഘിച്ചുകൊണ്ട് നിരന്തരം ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഹിന്ദ് റജബിൻ്റെ കുടുംബം പറയുന്നത് പോലെ തന്നെ കുറ്റവാളികൾ സ്വയം നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് ഫലസ്തീൻ ജനത നീതി പ്രതീക്ഷിക്കുന്നേയില്ല. രാജ്യാന്തര കോടതികളും സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനകളും ഇടപെടാതെ ഈ കുറ്റകൃത്യങ്ങൾക്ക് അറുതിയാകില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഇവിടെ ഉയരുന്നു. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയ 1 TV.